ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിന്ന് ബസൂക്കയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ബസൂക്കയുടെ കളക്ഷൻ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ താഴുന്നില്ല. സിനിമയ്ക്ക് മിക്സഡ് റെസ്പോൺസാണ് കിട്ടിയതെങ്കിൽ പോലും, കൂടുതൽ റിവ്യൂവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് നെഗറ്റീവ് റെസ്പോൺസാണ് കിട്ടിയെങ്കിൽ പോലും, എല്ലാ റിവ്യൂവേഴ്സിനും അവസാനത്തെ 20 മിനിറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ അവസാനത്തെ അരമണിക്കൂറിനെ കുറിച്ച് യാതൊരു പ്രശ്നവുമില്ല. അത് ചില അശ്വന്ത് കോക്കിനെ പോലുള്ള ചില ആൾക്കാർക്ക് മാത്രമേ അതിനെക്കുറിച്ച് നെഗറ്റീവ് റിവ്യൂസ് ഉള്ളൂ. എന്നാൽ ഇതിനകത്ത് നമ്മൾ കാണുമ്പോഴത്തേക്ക് തിയേറ്റർ റെസ്പോൺസിൽ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് കുടുംബ പ്രേക്ഷകരാണ് അതിനകത്ത് വന്നിട്ട് പടം കൊള്ളാമെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ലേഡീസ്, കുട്ടികൾ, ഇവരെയൊക്കെ പിടിച്ച് കയറ്റിയതാണോ, ഫാൻസ് ആണോ എന്നുള്ള കാര്യത്തിൽ എനിക്കറിഞ്ഞൂടാ. ഇതിനകത്ത് കണ്ടിട്ട് പറഞ്ഞ അമ്മച്ചിമാർ വരെ ഇറങ്ങി വന്നിട്ട് നല്ല സിനിമയാണ്, മമ്മൂട്ടിയുടെ സിനിമയാണ് വന്ന് കണ്ടത്, നല്ല സിനിമയാണ്, അടിപൊളി സിനിമയാണെന്ന് വന്ന് പറയുന്നു. എനിക്കറിഞ്ഞൂടാ. അപ്പം കുറച്ച് പേർക്കൊക്കെ സിനിമ ഇഷ്ടപ്പെടുന്നുണ്ട്. കുടുംബത്തിൽ നിന്ന് കയറുന്നവർക്കൊക്കെ സിനിമ ഇഷ്ടപ്പെടുന്നുണ്ട്, കുടുംബ പ്രേക്ഷകർക്ക് സിനിമ ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് അതിനർത്ഥം. ഇനിയിപ്പോൾ അതിനിപ്പോൾ പറയുമ്പോഴാണെങ്കിൽ അത് ആൾ കൊണ്ട് കയറ്റിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല. ഞാൻ ഈ സിനിമ സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല. എനിക്ക് കാണാൻ ഇപ്പം ഇതുവരെ എനിക്ക് സാഹചര്യം വന്നിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ കണ്ടു കഴിഞ്ഞ് എൻ്റെ അഭിപ്രായം പറയാം. പക്ഷേ സിനിമ കണ്ടിച്ച് കുടുംബ പ്രേക്ഷകരിലുള്ള ആൾക്കാരെല്ലാം പോസിറ്റീവ് പറയുന്നുണ്ട്. എല്ലാമെന്ന് ഞാൻ പറയുന്നില്ല, കണ്ടവരിൽ ഭൂരിഭാഗം പേരും പോസിറ്റീവ് പറയുന്നുണ്ട്. പക്ഷേ എന്നാൽ ഇതിനകത്ത് നെഗറ്റീവ് പറഞ്ഞ 1-2 പേരെ അവർ കൂടുതലായിട്ട് സൂം ചെയ്ത്, കൂടുതലായിട്ട് കട്ട് ചെയ്ത് അത് മാത്രം എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഒരു കുടുംബത്തിലുള്ള 2 അമ്മച്ചിമാർ വന്നിട്ട് അയ്യോ സിനിമ ഒട്ടും കൊള്ളില്ല, സിനിമ പൈസ പോയി എന്നൊക്കെ പറഞ്ഞതിനെ മാത്രം എടുത്ത്. പക്ഷേ ആ വീഡിയോ മൊത്തം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കുറേ കുടുംബ പ്രേക്ഷകർ അതിനകത്ത് നല്ല റിവ്യൂ ആണ് പറഞ്ഞത്. ഇവർ 2 മാത്രമുള്ള നെഗറ്റീവ് പറഞ്ഞു, പക്ഷേ അതിനെ മാത്രം കട്ട് ചെയ്ത് കാണിച്ചവരും ഉണ്ട്. അപ്പോൾ നിങ്ങൾ തിയേറ്റർ റെസ്പോൺസ് കാണുമ്പോൾ മുഴുവനായിട്ട് കാണാം. ആ വീഡിയോ മുഴുവനായിട്ടുണ്ട് അതിനകത്ത് യൂട്യൂബിൽ. അതിനകത്ത് അവർ മാത്രം നെഗറ്റീവ് പറഞ്ഞു. ബാക്കിയുള്ള ഫാൻസിനുള്ളല്ല, പയ്യന്മാർ ഇറങ്ങി വന്നിട്ട് നല്ല സൂപ്പർ സിനിമ എന്ന് പറഞ്ഞ് അമ്മച്ചിമാർ, മറ്റേ വയസ്സായ ഒരു അമ്മച്ചി വന്നിട്ട് പറഞ്ഞു മമ്മൂട്ടിക്ക് ഒരു അസുഖം വന്നിരിക്കുന്നുണ്ട്, ഞാൻ മമ്മൂട്ടിയുടെ സിനിമ കാണാമെന്ന്, നല്ല സിനിമയാണെന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പം സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ നെഗറ്റീവ് ഒന്നും യേശുവിന്, നല്ല സിനിമയാണെങ്കിൽ ആരും നെഗറ്റീവ് പറഞ്ഞാൽ യേശുവിനാണ്. ഇപ്പം ഞാൻ തന്നെ എമ്പുരാൻ എനിക്ക് തോന്നിയത് നെഗറ്റീവായിട്ടാണ്. പക്ഷെ ഞാൻ നെഗറ്റീവ് പറഞ്ഞെങ്കിൽ ആ സിനിമയ്ക്ക് വലിയ കുഴപ്പമുണ്ടായിട്ടില്ലല്ലോ. ആര് നെഗറ്റീവ് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു സിനിമയെ നശിപ്പിക്കാൻ പറ്റില്ല. അത് അശ്വന്ത് കോക്കാണെങ്കിൽ ശരി, ഏറ്റവും താഴത്തെ ലോക്കൽ റിവ്യൂവറായി ഞാൻ പറഞ്ഞത് ശരി തന്നെ. അപ്പം നല്ല സിനിമയാണെങ്കിൽ ഒരാൾക്ക് തോൽപ്പിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഇതിന് ഉത്തമ ഉദാഹരണമാണ് ബസൂക്ക എന്ന് പറഞ്ഞ സിനിമ. ഇപ്പം 9 കോടി രൂപയ്ക്കകത്ത് 4 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്ത് കഴിഞ്ഞു. മൊത്തത്തിൽ 15 കോടിക്ക് വെളിയിലായി കഴിഞ്ഞിരിക്കുന്നു ബസൂക്കയുടെ കളക്ഷൻ. ഇതെങ്ങനെ പോയാലും ഉടനെ തന്നെ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഒരു 30 കോടി രൂപ, മാക്സിമം പോയി 40 കോടി രൂപ വരെ ഇതിൻ്റെ കളക്ഷൻ വന്ന് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ബഡ്ജറ്റ് 25 കോടി എന്ന് പറയുന്നവരുണ്ട്, 66 കോടി എന്ന് പറയുന്നവരുണ്ട്. നമ്മൾ ബഡ്ജറ്റ് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സിനിമയ്ക്ക് 40 കോടി രൂപ വരെ കളക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പം കൂടുതലായിട്ടും വിഷു ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആലപ്പുഴ ജിംഖാനയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബസൂക്കയാണ് വന്നിരിക്കുന്നത്. നമ്മൾ വിചാരിച്ചതുപോലെ മരണമാസ് ബസൂക്കയ്ക്ക് മുകളിൽ ഇതുവരെയും കയറിയിട്ടില്ല, പക്ഷേ കയറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തിൽ അടിവരയിട്ട് പറയുകയാണ്. അപ്പം ബസൂക്ക 30 കോടിയിലോട്ട് അടുക്കുകയാണ്. അതായത് 15 കോടി കഴിഞ്ഞിരിക്കുന്നു, 30 കോടിയിലോട്ട് എത്താൻ ഇനി വലിയ താമസമില്ല. കാരണം 1-2 കോടി രൂപ വെച്ച് എല്ലാ ദിവസവും കിട്ടുന്നുണ്ട്. കേരളത്തിൽ നിന്ന് തന്നെ എനിക്ക് തോന്നുന്നു ഞായറാഴ്ച ട്രാക്കർമാർ ട്രാക്ക് ചെയ്തത് മാത്രം ഇതുവരെ എന്ന് വെച്ചാൽ ആ ഒരു ടൈം വരെ 1 കോടി രൂപയ്ക്ക് മുകളിൽ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പം എങ്ങനെ പോലും ഞായറാഴ്ച ഒരു 1.5 കോടി രൂപ 2 കോടിക്ക് അടുപ്പിച്ച് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ പോകുമ്പോൾ 9 കോടി കഴിയും കേരളത്തിൽ നിന്ന് തന്നെ. അങ്ങനെ നോക്കുമ്പം മൊത്തത്തിൽ ആഗോളതലത്തിൽ 15-16 കോടി രൂപയ്ക്ക് മുകളിലാവും. പിന്നെ ബാക്കി 14 കോടി എത്താൻ വലിയ താമസം. എങ്ങനെ വേണമെങ്കിൽ 30-40 ഇടയിൽ ഈ സിനിമ കളക്ട് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നമ്മുടെ CBI ഡയറക്ടറുപ്പിൻ്റെ 5ാം ഭാഗം കൊണ്ടുവന്നിട്ട് ഈ സിനിമ ഇറക്കിയ സമയത്ത് എല്ലായിടത്തും നെഗറ്റീവ് റിവ്യൂ കിട്ടിയപ്പോൾ ആ സിനിമയ്ക്ക് 30-35 കോടി രൂപ കളക്ട് ചെയ്യാൻ സാധിച്ചെങ്കിൽ ഈ സിനിമയ്ക്ക് ഷുവറായിട്ടും, കാരണം ഈ സിനിമയ്ക്ക് കുടുംബ പ്രേക്ഷകർ ഇപ്പോൾ കയറുന്നുണ്ട്, നല്ല അഭിപ്രായങ്ങൾ വന്നു തുടങ്ങുന്നുണ്ട്, തിയേറ്റർ റെസ്പോൺസ് കണ്ട ആളുകൾ കയറുന്നുണ്ട്. ആരും നെഗറ്റീവ് ഒന്നും പറയുന്നില്ല. നെഗറ്റീവ് കേട്ടിട്ടൊന്നും ഇതിനകത്ത് നെഗറ്റീവ് പറയാനില്ല എന്ന് എമ്പുരാൻ കണ്ടിട്ട് ആൾക്കാർ ഇറങ്ങി വന്നപ്പോൾ പറയുന്നത് പോലെ തന്നെയാണ് ഇപ്പം ബസൂക്കയ്ക്ക് പറയുന്നത്. അപ്പോൾ ഈ സിനിമയും കയറി വരുന്നുണ്ട്. ഈ സിനിമ ഏത് തരത്തിലോട്ട് പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇപ്പം പടം കൊള്ളൂലെന്ന് പറഞ്ഞിട്ട് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുന്നവന്മാരും ഉണ്ടായിരിക്കും. പക്ഷേ അതൊക്കെ അവരുടെ ഇഷ്ടം, ഓരോരുത്തർക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ കുറച്ച് പേർക്ക് ഫാമിലി ഓഡിയൻസിന് കുറച്ച് പേർക്കൊക്കെ ഈ സിനിമ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതിരിക്കും. ഓക്കെ, നന്ദി, നമസ്കാരം.